പറവൂർ ഏരിയ കാൽനട പ്രചരണ ജാഥ പര്യടനം രണ്ടാം ദിവസത്തിലേക്ക്. ചേന്ദമംഗലം പാലിയം നടയിൽ ജില്ലാ കമ്മിറ്റി അംഗം ജോൺ ഫെർണാണ്ടസ് ജാഥയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പറവൂർ ഏരിയ സെക്രട്ടറി ടി.V. നിതിനാണ് ജാഥ ക്യാപ്റ്റൻ. CPIM പറവൂർ ഏരിയ സെക്രട്ടറി ടി.V. നിതിൻ ക്യാപ്റ്റനായുള്ള ഏരിയ കാൽനട പ്രചരണ ജാഥയുടെ രണ്ടാം ദിവസത്തെ പര്യടനം ചേന്ദമംഗലം പാലിയം നടയിൽ നിന്ന് ആരംഭിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം ജോൺ ഫെർണാണ്ടസ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം AS അനിൽകുമാർ അധ്യക്ഷനായിരുന്നു. വൈസ് ക്യാപ്റ്റൻ MR റീന, മാനേജർ KA വിദ്യാനന്ദൻ, ചേന്ദമംഗലം ലോക്കൽ സെക്രട്ടറി KG ബാസ്റ്റിൻ എന്നിവർ സംസാരിച്ചു. ജനങ്ങളെ വന്യജീവികൾ ആക്രമിച്ച് മരണമുണ്ടായപ്പോൾ പാർലമെന്റിൽ വായ തുറന്നൊന്നും പറഞ്ഞില്ല പ്രിയങ്ക ഗാന്ധി. മുമ്പ് രാഹുൽ ഗാന്ധിയും അങ്ങനെ തന്നെയാണ്. കേരളത്തിൽ ജയിച്ചു പോകും, കേരളത്തിന് വേണ്ടി ഒന്നും പറയില്ല. ഇത്ര പ്രതിസന്ധി കേരളത്തിലുണ്ടായിട്ട് പോലും, കേന്ദ്രം അവഗണിച്ചിട്ട് പോലും പാർലമെന്റിൽ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നേതാവ് വാ തുറന്നു കേരളത്തിന് എന്തെങ്കിലും സഹായം നൽകണമെന്ന് പറഞ്ഞിട്ടില്ല. BJPക്കെതിരെ പോരടിച്ചുകൊണ്ടിരിക്കുന്ന ആം ആദ്മി പാർട്ടിയെ BJPയെ സഹായിച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടിക്കെതിരെ എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർത്തി ഒരു BJP ഗവൺമെന്റ് ദില്ലിയിൽ അധികാരത്തിൽ വന്നപ്പോൾ എന്തൊരാഹ്ലാദമാണ് കോൺഗ്രസിന്, എന്തൊരാഹ്ലാദമാണ് രാഹുൽ ഗാന്ധിക്ക്. വിവിധ കേന്ദ്രങ്ങളിൽ PS ശൈല, TR ബോസ്, PP അജിത് കുമാർ, TS രാജൻ, KS സനീഷ്, KJ ഷൈൻ, N ശ്രേഷ, L ആദർശ്, അഖിൽ ബാവച്ചൻ എന്നിവർ സംസാരിച്ചു. സമാപന സമ്മേളനം ജില്ലാ കമ്മിറ്റി അംഗം PS ശൈല ഉദ്ഘാടനം ചെയ്തു. MR ശോഭനൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ PD രാജു സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പറവൂർ. ദീപാവലി ബോണസ് വല്ലതും കിട്ടിയോ? എന്റെ മോള് എന്റെ നാട്ടിലെ ആദ്യത്തെ പൈലറ്റായി. അവളുടെ അഡ്മിഷന്റെ നേരത്ത് എനിക്ക് കൈത്താങ്ങായത് മണപ്പുറം ഗോൾഡ് ലോണാണ്. മണപ്പുറം ഗോൾഡ് ലോൺ പണയം വെക്കുന്ന ദിവസങ്ങൾക്ക് മാത്രം പലിശ ഈടാക്കുന്നു.